നാലാം ആഴ്ച മെയ് 19 മുതൽ 25. വ്യാഴത്തിൻ്റെ 7-ലെയും സൂര്യൻ്റെ 6-ലെയും അനുകൂല ഫലങ്ങൾ കൂടുതൽ പ്രകടമാകും. ബന്ധങ്ങൾ മെച്ചപ്പെടും, ശത്രുക്കളെ അതിജീവിക്കും, മത്സരങ്ങളിൽ വിജയിക്കും, ആരോഗ്യം പതിയെ മെച്ചപ്പെടും. മെയ് 23 ബുധൻ 6-ാം ഭാവത്തിലേക്ക് മാറുന്നത് ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാനും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും സഹായിക്കും. 8-ലെ ചൊവ്വ കാരണം അപകട സാധ്യതകൾക്കെതിരെ ജാഗ്രത തുടരേണ്ടതാണ്. 5-ാം ആഴ്ച മെയ് 26 മുതൽ 31 വരെ 7-ലെ വ്യാഴത്തിൻ്റെ സ്വാധീനം ഈ ആഴ്ചയും തുടരും. പങ്കാളിത്തങ്ങളിൽ നിന്നും പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. യാത്രകൾക്ക് കഴിയുകയും ചെയ്യും. 6-ലെ സൂര്യനും ബുധനും തടസ്സങ്ങളെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കും. മെയ് 31 ശുക്രൻ 5-ാം ഭാവത്തിലേക്ക് മാറുന്നത് മാസാവസാനം പ്രണയം, സന്തോഷം, കുട്ടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ ഉണർവ് നൽകും. എങ്കിലും ശനി, രാഹു, ചൊവ്വ എന്നിവരുടെ പ്രതികൂല സ്ഥാനങ്ങൾ കാരണം ശ്രദ്ധയും ദോഷപരിഹാരങ്ങളും തുടരണം. ശനി, രാഹു 4-ാം ഭാവത്തിൽ കണ്ടകശനി. ശനി പ്രീതിക്കായി ശാസ്താവിനെയും ഹനുമാനെയും ഭജിക്കേണ്ടതാണ്. ദോഷപരിഹാരങ്ങളായി ഇവ നിർദ്ദേശിക്കുന്നു. ശനിയാഴ്ചകളിൽ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക, രാഹു പ്രീതിക്കായി ദുർഗാദേവിയെ ഭജിക്കുക, നാഗദൈവങ്ങളെ ആരാധിക്കുക, വീട്ടിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താനും ശ്രമിക്കുക. 8-ൽ നീചനായി ചൊവ്വ. സുബ്രഹ്മണ്യ ഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും ആരാധിക്കേണ്ടതാണ്. ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്.